അപ്പത്തിനോ ദോശയ്ക്കോ അരയ്ക്കുന്ന ദിവസം രാവിലെ കിച്ചണിലേക്ക് കയറാനായിട്ട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ജോലിയൊന്നുമില്ലല്ലോ. ഇതുപോലെ ഇങ്ങനെ ചൂടോടെ ചുട്ടെടുത്താൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി അങ്ങ് തീരും. അപ്പം ചുടുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ ചായയും കൂടി അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടോടുകൂടി ആ ചായ അങ്ങ് കുടിക്കണം. അപ്പത്തിന് കറി മുട്ടക്കറിയാണ് കേട്ടോ. ഇന്ന് മുട്ടക്കറി കുക്കറിനകത്താണ് വെക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നതിനെ കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ് കേട്ടോ കുക്കറിൽ ഉണ്ടാക്കി കഴിയുമ്പം. അപ്പോൾ ഒരു കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് പെരിഞ്ചീരകവും കൂടി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് പച്ചമുളക് ഇട്ട് തക്കാളി സവോള ഇട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം സപ്ലൈകോയിൽ പോയപ്പം കറി മസാലയുടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പൊടി ഇട്ടിട്ട് കറി വെച്ചത്. അപ്പോൾ നമുക്ക് സവോളയൊക്കെ വഴണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മൾ ആ മേടിച്ച കറി മസാല അത്രയും ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 2 വിസിലടിച്ചെടുക്കാം കേട്ടോ സവോള. മുട്ടക്കറിക്കുള്ളത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ പച്ചക്കറിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് പയറുണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് സാമ്പാറിലൊക്കെ ഇടാനായിട്ട് 2 പയർ ആവശ്യത്തിന് മൂത്ത് നിൽപ്പുണ്ടായിരുന്നു. അത് ഞാനിങ്ങ് പറിച്ചെടുത്തു കേട്ടോ. തിരിച്ച് വന്നിട്ട് ഇതാ അപ്പവും മുട്ടക്കറിയൊക്കെ ആയിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചു. നേരെ ചോറിനുള്ള അരി ഇൻഡക്ഷനിലേക്ക് വെച്ചു കേട്ടോ. ഇന്ന് ലഞ്ചിന് കുറച്ച് കേരക്കറി വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിട്ട് പൊട്ടിക്കുക. കടുകിട്ട് കഴിഞ്ഞിട്ട് ഉലുവായും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പച്ചമുളക്, കുറച്ച് സവോള, കുറച്ച് തക്കാളി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും നല്ല ചൂടുവെള്ളത്തിൽ കലക്കി ഈ ഒരു സവോളയും തക്കാളിയൊക്കെ വഴണ്ടതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നേരത്തെ ഇതുപോലെ ചൂടുവെള്ളത്തിൽ കലക്കി വെക്കണം കേട്ടോ. എന്നിട്ട് സവോളയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന കുടംപുളിയും ആ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് മീൻ നല്ലപോലെ വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറിയും ഇവിടെ റെഡിയായി വരട്ടെ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് കൈ കൊണ്ട് ഇതുപോലെ ഞെരടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻ കറിക്ക് നല്ലൊരു പ്രത്യേക രുചി കിട്ടും കേട്ടോ ഇതുപോലെ കറിവേപ്പില കൈ കൊണ്ട് ഞെരടിയിട്ട് കഴിയുമ്പോൾ. അപ്പോൾ കറി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഒരു തിള കഴിയുമ്പോഴേക്കും ചട്ടിയുടെ 2 സൈഡും ഒരു തുണി കൊണ്ട് ചേർത്ത് പിടിച്ച് നന്നായിട്ട് ചുറ്റിച്ചങ്ങ് അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ മീൻകറി അവിടെ ഇരുന്ന് വേകട്ടെ. കഴിഞ്ഞ വ്ലോഗിൽ നമുക്ക് കമൻസ് അറിയിച്ച് നമ്മളുടെ കൂട്ടുകാരുടെ പേര് ഇന്നൊന്ന് വായിക്കാം. അശ്വതി PR, സനിൽ കുമാർ, അതുൽ കൃഷ്ണ ഫ്രം തൃശ്ശൂർ, സൈറസ് പീറ്റർ, VKM ക്രിയേഷൻസ്, സ്നേഹ KS, ഇറ്റ്സ് മീ ഷിൻറ്റു ആൻഡ് മധു. അപ്പോൾ എല്ലാവർക്കും കമൻസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വ്ലോഗിൽ കുറേ നാൾ കൂടിയാണ് കേട്ടോ കഴിഞ്ഞ വ്ലോഗിൽ കമൻസ് ഇടണമെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ലവിനും സപ്പോർട്ടിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. നമ്മളുടെ മീൻകറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത മീൻകറിയിലേക്ക് ഇതുപോലെ കുറച്ച് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കുക, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. പച്ചക്കറി പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ 2 പാവയ്ക്കായും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാവയ്ക്ക നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. കുഞ്ഞിന് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പാവയ്ക്ക ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇടുക കേട്ടോ. എന്നിട്ട് നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ ഒരു ചട്ടി ഇതുപോലെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം പുഷ്പചേച്ചി ഒരു ചക്കപ്പഴം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ചുളയൊക്കെ എടുത്ത് വെച്ചാൽ ഫ്രീസറിലേക്ക് വെക്കാം, നാളെ
കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ അതിൻ്റെ ചുളയെല്ലാം ഇരിഞ്ഞ് ചക്കക്കുരു മാറ്റി വെക്കുന്നുണ്ട്. ചക്കക്കുരു നമുക്ക് മാങ്ങയൊക്കെ ഇട്ട് കറി വെക്കാമല്ലോ. ആ ഒരു സമയത്ത് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു ബോഡി ലോഷൻ്റെ കോമ്പോസിറ്റാണ്. 267 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. കല്യാണത്തിന് മുമ്പ് മധ്യപ്രദേശിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബോഡി ലോഷനാണ് കേട്ടോ ഇത്. ആ ഒരു ഓർമ്മയിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇത്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇത്. നല്ല ക്വാളിറ്റിയും അത്യാവശ്യം നല്ലതാണ്, റേറ്റും കുറവാണ് കേട്ടോ. അപ്പം താല്പര്യമുള്ളവർ പോയി വാങ്ങിച്ചോളൂ കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ലിങ്ക് ഞാൻ വീഡിയോയിൽ താഴെ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.